ഹാത്രാസിൽ തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിച്ചതിൽ അതീവ വേദനയെന്ന് ആൾദൈവം ഭോലെ ബാബ. ദുരന്തത്തിന് ഇരയായവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും ഭോലെ ബാബ പറഞ്ഞു. ദുരന്തം ഉണ്ടാക്കിയവർ ശിക്ഷിക്കപ്പെടുമെന്നും വീഡിയോ സന്ദേശത്തിൽ പറയുന്നു. അതിനിടെ അജ്ഞാത കേന്ദ്രത്തിലെത്തി പോലീസ് ഭോലെ ബാബയുടെ മൊഴി രേഖപ്പെടുത്തിയെന്നും സൂചനയുണ്ട്. नारायण साकार हर की संपूर्ण ब्रह्मांड में सदा सदा के लिए जय जयकार। हम 2 जुलाई की घटना के बाद बहुत ही व्यथित हैं। प्रभु हमें बस संगत को इस दुख की घड़ी से उबरने की शक्ति दें। सभी शासन एवं प्रशासन पर भरोसा बनाए रखें। हमें विश्वास है ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആർ കെ ഭോലെ ബാബയുടെ ഈ ദുരന്തത്തിന് ശേഷമുള്ള ആദ്യ പ്രതികരണമാണ്. ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിൽ പോലീസ് ചില നിർണായകമായ നീക്കങ്ങൾ നടത്തി എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഉണ്ട്. ഭോലെ ബാബയുടെ മൊഴി രേഖപ്പെടുത്തിയെന്നടക്കം അക്കാര്യത്തിലൊക്കെ സ്ഥിരീകരണമുണ്ടോ ആർ കെ? രജിത്ത്, കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഹാത്രാസ് വിഷയം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ജുഡീഷ്യൽ സമിതിയെ നിയോഗിച്ചിരുന്നു. അല്പസമയത്തിന് മുൻപ് ഈ ജുഡീഷ്യൽ സമിതി ഹാത്രാസിൽ അവരുടെ തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഹാത്രാസിലെ പോലീസ് ലൈനിലാണ് അവർ എത്തിയിരിക്കുന്നത്. വിവരശേഖരണമാണ് ഈ സംഘത്തിൻ്റെ ഇന്നത്തെ അവിടുത്തെ ലക്ഷ്യം. ഇതടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. ഈ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിക്രമമാണ് ഇന്ന് അവിടെ ഉണ്ടാകുന്ന ജുഡീഷ്യൽ കമ്മീഷന്റെ സന്ദർശനം. സമാനമായിട്ട് ഇതിനിടയിലാണ് ഈ ആൾദൈവം താൻ ഈ സംഭവത്തിൽ അതീവ ദുഃഖിതനാണ് എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ സന്ദേശം പുറത്ത് വിട്ടിരിക്കുന്നത്. പോലീസ് അദ്ദേഹത്തിൻ്റെ മൊഴി ചില അജ്ഞാത കേന്ദ്രത്തിൽ വെച്ച് രേഖപ്പെടുത്തി എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് ഈ വിധത്തിലുള്ള ഒരു വീഡിയോ സന്ദേശം അദ്ദേഹം പുറത്തു വിട്ടിരിക്കുന്നത്. തൻ്റെ പങ്ക് അഥവാ താൻ ഈ വിഷയത്തിൽ നിരപരാധിയാണ് എന്ന് പരോക്ഷമായി സൂചിപ്പിക്കുന്ന വിധത്തിലാണ് അദ്ദേഹം ഈ അപകടത്തിൽ തൻ്റെ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ കൃത്യമായിട്ടുള്ള നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ പങ്ക് നിഷേധിച്ച അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ താൻ അതീവ ദുഃഖിതനാണ്, ഈ മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ താനും പങ്കുചേരുന്നു എന്ന് വിശദീകരിക്കുകയാണ് അദ്ദേഹം. ഈ അപകടം ഉണ്ടായതിനു ശേഷം ഒളിവിൽ കഴിയുകയാണ് ഭോലെ ബാബ. ഈ ഭോലെ ബാബയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ സംബന്ധിച്ച്, അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 5ഓളം പീഡന കേസുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നേരിട്ട ആളാണ് ഭോലെ ബാബ എന്നതും ഇപ്പോൾ പുറത്ത് വരുന്ന വിവരങ്ങളുടെ ഉള്ളതാണ്. ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അത് ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് എന്ന പേരിൽ ഉത്തർപ്രദേശിലുള്ള ഒരു ആക്ടിന്റെ അടിസ്ഥാനത്തിൽ ആ വിധത്തിൽ ആളുകളെ കബളിപ്പിച്ചു എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറസ്റ്റ് ആയിരുന്നു. പക്ഷെ അന്ന് തെളിവ്. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.